ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം ചർച്ച ചെയ്തു. 5.5 മണിക്കൂറോളം CWC ഇന്ന് യോഗം കൂടി ചർച്ച ചെയ്തു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. 4 സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ. ആ ഒരു വിലയിരുത്തലോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഫലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഗുരുതരമായ പാകപ്പിഴകൾ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വിലയിരുത്തൽ. ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് തെളിയുന്നത്. അത് ഒരു സംഭവം മാത്രമല്ല, അത് പല സംഭവങ്ങളിലുണ്ട്. ഇലക്ഷൻ തീയതികൾ തീരുമാനിക്കുന്നതിലുണ്ട്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലുണ്ട്, വോട്ടെടുപ്പ് നടന്ന ദിവസം ടോട്ടൽ വോട്ട് പോൾ ചെയ്ത കണക്കുകൾ കൊടുക്കുന്നതിലുണ്ട്, കൗണ്ടിങ് ദിനത്തിലുണ്ട്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എടുത്തുകൊണ്ട് ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പിന്നെ ഇലക്ട്രോണിക് മെഷീനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും പഠിക്കാൻ കഴിയുന്ന ടെക്നിക്കലായിട്ടുള്ള കുറേ ആളുകളെ നിയോഗിച്ചിരുന്നു. നേരത്തെ ഹരിയാന നിയോഗിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഇനി കിട്ടാൻ ബാക്കിയുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് അടിയന്തരമായിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. PCCകളോടും മത്സരിച്ച സ്ഥാനാർത്ഥികളോടും വിശദമായി ബൂത്ത് ലെവലിലെ അനാലിസിസ് നടത്തി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടിൻ്റെയും റിസൾട്ട് വരുന്നതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനിക്കും. ബാലറ്റ് പേപ്പറിലേക്ക് മടണമെന്ന് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ലല്ലോ, നിതിൻ ഗഡ്കരി 2010 പറഞ്ഞിട്ടുണ്ടല്ലോ. BJP പ്രസിഡൻ്റായിരുന്ന ഗഡ്കരി 2010 പറഞ്ഞിട്ടുണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് ഇന്ത്യ മടങ്ങണം, ഇലക്ട്രോണിക് മെഷീൻ ടാമ്പർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മോഡി പ്രസംഗിച്ചിട്ടില്ലേ ഇലക്ട്രോണിക് മെഷീനെതിരായിട്ട്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷൻ വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ള നടപടികളുണ്ടാവണം, ഇൻക്ലൂഡിങ് ദിസ്. ഈ ക്യാമ്പ് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുള്ള നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ജാർഖണ്ഡിൽ നടന്നിട്ടില്ല തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. അവിടെ ജാർഖണ്ഡിലെ വോട്ടെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും തമ്മിൽ ഇൻക്രീസ് ഓഫ് വോട്ട് എത്രയാണ് വോട്ട് ഷെയർ? ജാർഖണ്ഡിൽ എത്രയാണ്? ഇല്ല, 2%. ഈ ക്യാമ്പയിനിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ബാലറ്റ് പേപ്പറിലേക്ക് മാറണമെന്നുള്ള ആ രീതിയിലുള്ള അല്ല, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ കാത്തിരിക്കുക. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഞങ്ങൾ പറ്റാവുന്നത്ര ഇന്ത്യ അലയൻസ് പാർട്ടികളുമായിട്ടും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ 2 സ്റ്റേറ്റുകളിൽ മാത്രമല്ല, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദുർബലത എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടും ഉണ്ടാകും. 2025 അതിൻ്റെ ഒരു വർഷമായിട്ട് ഞങ്ങൾ മാറ്റും.